ഹൈന്ദവ വേദങ്ങളെക്കുറിച്ച് ഖുർആൻ എന്തു പറയുന്നു? എല്ലാ ജനസമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല. 35 അധ്യായം 24 സൂക്തം എന്നാണ് ഖുർആൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നത്. അപ്പോൾ ചിരപുരാതനമായ ഒരു സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശമെന്ന നിലയ്ക്ക് ഇന്ത്യയിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടാവണം. ആ പ്രവാചകന്മാരിൽ ചിലർക്ക് വേദഗ്രന്ഥങ്ങളും നൽകപ്പെട്ടിരിക്കണം. ഈ പ്രവാചകന്മാരെയോ വേദഗ്രന്ഥങ്ങളെയോ ഇകഴ്ത്തുകയോ അവമതിക്കുകയോ ചെയ്യാൻ മുസ്ലിമിന് പാടില്ല. പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നതിനെതിരെ ഖുർആൻ ശക്തമായി താക്കീത് നൽകുന്നുണ്ട്. 4 അധ്യായം 150 സൂക്തം. അപ്പോൾ ഇന്ത്യയിലേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും ഖുർആൻ ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ ഇന്നു നിലനിൽക്കുന്ന ശ്രുതിഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും അഥവാ വേദസംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ പടച്ച തമ്പുരാൻ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളാണെന്ന് പറയാൻ കഴിയുമോ? ഇവ ദൈവത്തിങ്കൽ നിന്ന് ശ്രവിക്കപ്പെട്ടതിനാലാണ് ശ്രുതി എന്ന് വിളിക്കുന്നതെന്നാണ് വിശ്വാസം. ദൈവത്തിങ്കൽ നിന്ന് മനുഷ്യർക്ക് പ്രത്യേകമായ സന്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുവെന്ന വിശ്വാസം ഹിന്ദുക്കൾക്കിടയിൽ നിലനിന്നിരുന്നുവെന്ന് ശ്രുതി സങ്കല്പം വ്യക്തമാക്കുന്നു. നടേ പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം ശ്രുതികളായി വ്യവഹരിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയിൽ ഏതെല്ലാം പ്രാമാണികമാണെന്ന കാര്യത്തിൽ അഭിപ്രായാന്തരങ്ങളുണ്ട്. ആര്യസമാജ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി 4 വേദസംഹിതകൾക്ക് മാത്രമാണ് അപ്രമാദിത്വമുള്ളതെന്ന് വാദിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ ഉപനിഷത്തുകൾക്കാണ് പ്രഥമ പ്രാധാന്യം നൽകുന്നത്. അടിസ്ഥാന ശ്രുതി ഗ്രന്ഥങ്ങൾക്ക് പോലും തെറ്റുകൾ പറ്റാമെന്ന് അഭിപ്രായപ്പെട്ട ഹിന്ദുമത പണ്ഡിതന്മാരുണ്ട്. വേദങ്ങൾ തെറ്റുപറ്റാത്തവയോ സർവ്വതും ഉൾക്കൊള്ളുന്നവയോ അല്ല. ഇന്ത്യൻ റിലീജിയൻസ് എന്ന ഗ്രന്ഥത്തിൽ 22 പേജിൽ ഡോക്ടർ രാധാകൃഷ്ണന്റെ വീക്ഷണവും വേദങ്ങളിൽ യുക്തിയുമായി പൊരുത്തപ്പെടുന്നിടത്തോളം ഭാഗങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. വേദങ്ങളിലെ ചില ഭാഗങ്ങൾ പ്രഥമ ദൃഷ്ടിയിൽ പരസ്പര വിരുദ്ധങ്ങളാണ്. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 4 വാള്യം 55 പുറത്തിൽ സ്വാമി വിവേകാനന്ദന്റെ നിലപാടും വേദങ്ങൾ 100% ദൈവിക വചനങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന വാദഗതിയുടെ മുനയൊടിക്കാൻ പോന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച വ്യക്തമായ ചിത്രം നൽകുന്ന ഗ്രന്ഥങ്ങളാണ് ശ്രുതികൾ. ഇന്ത്യയിലേക്ക് നിയുക്തരായ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ആശയങ്ങളുടെ ശകലങ്ങൾ ഇവയിൽ കാണാനാവുമായിരിക്കണം. എന്നാൽ ഇവ പൂർണ്ണമായും ദൈവികമാണെന്ന വാദം അടിസ്ഥാനരഹിതമാണ്.